നമസ്കാരം. ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി +2 ബാച്ചിൻ്റെ മലയാള പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ +2 ബാച്ചിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഫോക്കസ് ഏരിയയിലെ പാഠമാണ് കേശിനി മൊഴി. അത് വളരെ വേഗത്തിൽ ടീച്ചർ അതിൻ്റെ ആശയം പറയാം. ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. കേശിനി മൊഴി എന്ന പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം നളചരിതം ആട്ടക്കഥയിലെ 4-ാം ദിവസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉണ്ണായി വാര്യർ ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാകവിയാണ് ഉണ്ണായി വാര്യർ. അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥ 4 ദിവസങ്ങളിലായി എഴുതപ്പെട്ട ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അതിലെ 4-ാം ഭാഗത്തെ ഏറ്റവും ശുഭപര്യവസായിയായി അവസാനിക്കുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്നത്. നളദമയന്തിമാരുടെ കഥ നിങ്ങൾക്കറിയാം. അവരൊരുമിച്ച് ചേർന്നു. പക്ഷേ വിധിയുടെ നിയോഗം പോലെ അവർക്ക് ജീവിതത്തിൽ വേർപിരിയേണ്ടി വന്നു. എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയതമൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ദമയന്തി 2-ാം സ്വയംവര വാർത്ത പ്രഖ്യാപിക്കുകയും ഈ 2-ാം സ്വയംവര വാർത്തയ്ക്ക് എത്തിയ രാജാക്കന്മാരിലും അവിടെ വന്ന് ചേർന്നിട്ടുള്ള ജോലിക്കാരുടെ ഇടയിലും നളനുണ്ടോ എന്നറിയാൻ വേണ്ടി ദമയന്തി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയായ, പല തോഴിമാരെയും പറഞ്ഞയക്കുന്നുണ്ട്, അതിൽ കേശിനി എന്നത് ദമയന്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയാണ്. കേശിനിയെ പറഞ്ഞയക്കുന്നു. കേശിനി പല ജോലിക്കാരുടെയും രാജാക്കന്മാരുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അതിനിടയിൽ നളനെ അവൾ കണ്ടുമുട്ടുന്നു. നളൻ കലിബാധയേറ്റതിന് ശേഷം നളൻ്റെ രൂപത്തിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാർക്കോടകൻ നളനെ ദംശിച്ചതിന് ശേഷം, കടിച്ചതിന് ശേഷം നളന് രൂപമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ രൂപമാറ്റം കാർക്കോടകൻ തന്നെ ഒരു പുതപ്പും നൽകിയിട്ടുണ്ട്. അത് ധരിക്കുമ്പോഴാണ് നളനെ പിന്നെ തിരികെ രൂപം ലഭിക്കുന്നത്. അപ്പോൾ രൂപം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ അയാളുടെ സംസാരം കൊണ്ടും അത്ഭുതകരമായ ചില പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ടും ആ വന്നിരിക്കുന്ന വ്യക്തി നളനാണെന്ന് കേശിനി തിരിച്ചറിയുന്നു. ഈ സന്തോഷ വാർത്ത കേശിനി തൻ്റെ തോഴിയായ അല്ലെങ്കിൽ തൻ്റെ രാജകുമാരിയായ ദമയന്തി അറിയിക്കുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വെളിച്ചമേ ചെന്ന് തിരഞ്ഞോരോന്നേ കളിച്ചവൻ ചൊന്നത് കേട്ടുപോന്നും ഒളിച്ചു പിന്നൊട്ട് ധരിച്ചും ദൂതി വിളിച്ചു ഭൈമീം വിജനെ പറഞ്ഞാൾ. വെളിച്ചമേ ചെന്ന് തിരഞ്ഞോരോന്ന്, നേരിട്ട് ചെന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് കളിച്ചവൻ ചൊന്നത് കേട്ട്, ചിലപ്പോൾ കളിവാക്കായിട്ട് അവൻ പറയുന്നത് കേട്ട്, അതായത് ആ ദൂത എങ്ങനെയാണ് നളനെ മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. പിന്നെ നളനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവൾ ഒളിച്ചു നിന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഈ ധരിച്ച ദൂതി വിളിച്ചു ഭൈമിയും വിജനെ പറഞ്ഞാൽ, ഭൈമിയെ, ഭീമൻ്റെ മകളാണ് ഭൈമി, ദമയന്തിയെ വിളിച്ച് ദൂരേക്ക് മാറ്റി നിർത്തി, വിജനമായ സ്ഥലത്ത് നിർത്തി അവൾ ധരിച്ച കാര്യങ്ങൾ, അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ദമയന്തിയോട് പറയുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം. അപ്പോൾ ചിന്താമഗ്നയായിട്ട് ഭൈമി പ്രവേശിക്കുന്നു. കേശിനി വന്ന് ചുമലിൽ കൈവച്ച് കുലുക്കി വിളിക്കുന്നു. അപ്പോൾ ഭൈമിക്ക് അല്ലെങ്കിൽ ദമയന്തിക്ക് കേശിനിയെ കണ്ടപ്പോൾ സന്തോഷമായി. കാരണം ഇതൊരു വ്യാജ സ്വയംവര വാർത്തയാണ്. തൻ്റെ പ്രിയതമനെ കണ്ടെത്താൻ വേണ്ടി ദമയന്തി നടത്തുന്ന ഒരു സ്വയംവര വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ വന്നിരിക്കുന്നവരിൽ നളനുണ്ടെന്ന് അറിയുന്നതാണ് ദമയന്തിയുടെ ജീവിത ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടി കേശിനിയെ കണ്ടപ്പോൾ ദമയന്തി സന്തോഷിക്കുന്നു. കേശിനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനി. പൂമാതിനൊത്ത ചാരു തനോ എന്നാണ് വിളിക്കുന്നത്. ചാരു തനോ എന്ന വാക്കിന് ചാരുവായ തനുവോട് കൂടിയവളെ, അതായത് സുന്ദരമായ ശരീരത്തോട് കൂടിയവളെ എന്ന് ദമയന്തിയെ കേശിനി വിളിക്കുന്നു. അതും ആർക്കൊത്ത? പൂമാതിനൊത്ത. എന്താണ് പൂമാത്? ആരാണ് പൂമാത്? ലക്ഷ്മി ദേവിക്കൊത്ത രൂപസൗന്ദര്യമുള്ളവളെ എന്നാണ് വിളിക്കുന്നത്. വൈദർഭി എന്ന വാക്ക് വിദർഭയിലെ രാജകുമാരി കേൾക്കനീ. പുരുഷരത്നമീ ബാഹുകനോ. ഈ പുരുഷരത്നം ബാഹുകനോ, ബാഹുകൻ എന്ന പേരിലാണ് ആ നളൻ അവിടെ എത്തിയിരിക്കുന്നത്. ഈ പുരുഷരത്നം ബാഹുകനല്ല, ഞാൻ അക്കാര്യം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് കേശിനി പറയുന്നത്. ധീമാൻ, അവൻ എന്നോട് നാമവും വാർത്തയും ചൊന്നാൻ. ധീമാൻ ബുദ്ധിമാൻ, അവൻ വളരെ ബുദ്ധിമാനാണ്. അവൻ എന്നോട് ബാഹുകൻ എന്നാണ് അവൻ്റെ പേരിനെ പറഞ്ഞത്. പിന്നെ വാർത്തയും ചൊന്നു, കുറേ കാര്യങ്ങളും അവൻ എന്നോട് ചൊന്നു. ചൊന്നാൻ എന്ന വാക്കിന് പഴയ രീതിയിൽ കാവ്യങ്ങളിൽ സർവനാമം, അതായത് നാമത്തിന് പകരം പ്രയോഗിക്കുന്ന സർവനാമവും ക്രിയയും ചേർത്ത് പ്രയോഗിക്കുന്ന രീതിയാണ്. അവൻ ചൊന്നു, അവൻ പറഞ്ഞു എന്നുള്ളതാണ് ചൊന്നാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നളനില്ലൊരപരാധം പോൽ, അതായത് ഈ ബാഹുകനോട് കേശിനി കുറേ കാര്യങ്ങൾ നളനെക്കുറിച്ച് പറയുന്നുണ്ട്, ദമയന്തിയെ ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നളനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നളനായിരിക്കുന്ന ബാഹുകൻ അത് മനസ്സ് വേദനിച്ചാണ്. അയാൾ പറഞ്ഞെന്ന് നളന് യാതൊരു അപരാധവുമില്ല, യാതൊരു തെറ്റുകുറ്റങ്ങളുമില്ല. ഉണ്ടെന്നാകിലും കുലനാരിക്കരുത് കോപം.
അതായത് ഭർത്താവായ നളന് കുറ്റമൊന്നുമില്ലെന്ന് ഈ ബാഹുകൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന നളൻ പറഞ്ഞു എന്ന് കേശിനി പറയുന്നു. ഇനി എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിലും ഭാര്യ കുലനാരിയാണെങ്കിൽ, എന്താണ് കുലനാരി, നല്ല കുലത്തിൽ പിറന്നവളാണെങ്കിൽ അതൊരു കുറ്റമായിട്ട് അല്ലെങ്കിൽ കോപമായിട്ട് അവനോട് കാണിക്കരുത്. ഖലനല്ല വാക്കു കേട്ടാൽ, അവൻ സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം അവൻ ഖലനല്ല. എന്താണ് ഖലൻ? ദുഷ്ടൻ അല്ല. ഛലമുണ്ടെന്നതും തോന്നാം. അവൻ പറയുന്നതിൽ ഛലം, കളവ്. അവൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ ദുഷ്ടനാണെന്ന് ഒട്ടുമേ തോന്നുന്നില്ല. മാത്രമല്ല അവൻ പറയുന്നതിൽ കള്ളമില്ല എന്നും തോന്നും. പലതും പറഞ്ഞു പിന്നെ ഫലിതമത്രേ പാർത്തോളാം. പലതും പറഞ്ഞു, അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഫലിതമത്രേ, ചിലതൊക്കെ ഫലിതങ്ങളാണ്, അതായത് നമുക്കത് ആലോചിച്ചെടുക്കുമ്പോൾ ഫലിതമായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ കണ്ട ചില കാര്യങ്ങൾ, മറഞ്ഞു നിന്നത്, നേരിട്ട് അവനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി മറഞ്ഞു നിന്ന് ഞാൻ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് തോഴി പറയുന്നത്. അന്നാദിപാക സംഭാരം, ചോറും കറികളും വയ്ക്കാനുള്ള സാധനങ്ങൾ എന്നാണ് ആ വാക്കിനർത്ഥം. സ്വാമി നിയോഗാൽ, അതായത് രാജനിയോഗം, രാജനിയോഗത്താൽ, അതായത് ഇപ്പോൾ ഇവിടെ ബാഹുകൻ എന്ന പേര് സ്വീകരിച്ചെത്തിരിക്കുന്ന നളനാണെന്നുള്ളത് കേശിനിക്ക് ഏതാണ്ട് ബോധ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കേശിനി ആ ആദരവോട് തന്നെ പറയുകയാണ്. സ്വാമി എന്ന് വിളിക്കുന്നത് ഇവിടെ ബാഹുകനെയാണ്. ബാഹുകൻ ഒളിഞ്ഞു നിന്ന്, അതായത് ഇവിടെ ഒളിഞ്ഞു നിന്ന് കണ്ട കാര്യങ്ങളാണ്. ബാഹുകൻ കൽപ്പിച്ചപ്പോൾ തന്നെ ആ ചോറിനും കറിക്കുമുള്ള സാധനങ്ങൾ അവിടെ വന്ന് നിറഞ്ഞു. ഇതാണ് ഒളിച്ചു നിന്ന് കണ്ട അത്ഭുത പ്രവൃത്തി. കുംഭേ നിറഞ്ഞു നീരം, നീരം ജലം എന്ത് ചെയ്തു? കുംഭത്തിൽ നിറഞ്ഞു. അപ്പോൾ ഇനി നോക്കൂ, അന്നാദി പാക സംഭാരം, അതായത് ചോറും കറികളും വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം സ്വാമിയുടെ നിയോഗത്താൽ അവിടെ വന്ന് നിറഞ്ഞു. അതായത് ബാഹുകനെ കേശിനി സ്വാമി എന്നാണ് പറയുന്നത്. രാജാവാണെന്നുള്ളത് നളനാണെന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ അവൾ ഒളിഞ്ഞു നിന്ന് കണ്ടതാണ്. ഈ അത്ഭുത പ്രവൃത്തികൾ അദ്ദേഹം നിയോഗിച്ചപ്പോൾ തന്നെ അന്നവും, അതായത് ചോറും കറികളും വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ വന്ന് നിറഞ്ഞു. അത് നളൻ്റെ അത്ഭുത പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. കുംഭേ നിറഞ്ഞു നീരും, കുടത്തിൽ, കുംഭം കുടം, കുടത്തിൽ വെള്ളവും നിറഞ്ഞു. ഇതും നളൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. കുതുകം എത്രയും പാരം, ഇതൊക്കെ കാണുമ്പോൾ വളരെ കൗതുകം തോന്നുന്നുണ്ട്. ദമ്പം കൂടാതെ ഘോരദഹനൻ കത്തിയും ഉദാരം, ഉദാരമായി ഘോരദഹനൻ എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി അങ്ങ് ദമ്പം കൂടാതെ, അഹങ്കാരം കൂടാതെ തനിയെ ജ്വലിച്ചു. അതും നളൻ എന്ന വ്യക്തിയുടെ അത്ഭുതം കൊണ്ടാണ് സംഭവിച്ചത്. അതായത് ഇത് നളൻ തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയാണ് കേശിനി. ഇക്കാര്യമാണ് അവൾ തൻ്റെ രാജകുമാരിയായ ആരോട് അറിയിക്കുന്നത്? ദമയന്തിയോട് അറിയിക്കുന്നത്. വേഗേന വച്ചങ്ങൊരുങ്ങി, ഈ സാധനങ്ങൾ തനിയെ തീ കത്തുന്നു, സാധനങ്ങൾ, ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വന്ന് നിറയുന്നത് നിങ്ങൾക്കറിയാം. ഋതുപർണ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാരനായിട്ടാണ് ഈ ബാഹുകൻ എന്ന പേരിൽ നളൻ അവിടെ ചെന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുമ്പോൾ തന്നെ സാധനങ്ങൾ അവിടെ വന്ന് നിറയുകയാണ്, തനിയെ തന്നെ തീ കത്തുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വച്ചൊരുക്കി കൊണ്ടങ്ങ് ചെന്ന് സാകേത പതിയെ വണങ്ങി. ഇതും അവൾ ഒളിഞ്ഞു നിന്ന് കണ്ടതാണ്. ഈ ആഹാര സാധനങ്ങളെല്ലാം വച്ച് അയാൾ നേരെ, അല്ലെങ്കിൽ നളൻ നേരെ ആരുടെ അടുത്ത് പോയി? സാകേതപതി. സാകേതപതി, സാകേതത്തിൻ്റെ പതിയായിട്ടുള്ളവൻ ആരാണത്? ഋതുപർണ മഹാരാജാവിൻ്റെ അടുക്കൽ ഈ ആഹാര സാധനങ്ങളുമായി കൊണ്ടുവച്ച് വണങ്ങി. പോന്നു തേരിൽ ഒതുങ്ങി. എന്നിട്ട് വീണ്ടും ചെന്ന് തേരിലിരുന്നു. കാരണം തേരോടിച്ച് ഋതുപർണ മഹാരാജാവിനെ സ്വയംവരത്തിന് കൊണ്ടുവരുന്നത് ബാഹുകനാണ്. അയാളുടെ ജോലി തേരോടിക്കലാണ്. അതുകൊണ്ട് ആഹാരം രാജാവിന് പാകം ചെയ്ത് കൊടുത്തതിന് ശേഷം ചെന്ന് തേരിൽ ഒതുങ്ങി ഇരുന്നു. പൂനിര കണ്ടു മങ്ങി അവമർദ്ദനം തുടങ്ങി. അതായത് അവിടെ പൂക്കളൊക്കെ നിറയെ വിധാനിച്ചിട്ടുണ്ട്, പൂക്കൾ നിറയെ അലങ്കരിച്ചിട്ടുണ്ട്. അതിനെ കണ്ടിട്ട് അവമർദ്ദനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ പൂക്കളെ ഇങ്ങനെ ഞെരുക്കാൻ തുടങ്ങി. അവകൾ അപ്പോൾ വിളങ്ങി. പക്ഷേ നമ്മൾ സാധാരണയായി പൂക്കൾ തിരുമുകയാണെങ്കിൽ പൂക്കൾ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. പൂക്കൾ ഇല്ലാതായി അങ്ങ് പോവും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഇവിടെ നളൻ ഈ പൂക്കൾ ഇങ്ങനെ തിരുമിയപ്പോൾ അവ നന്നായി ജ്വലിച്ച് പ്രകാശിക്കുകയാണ് ചെയ്തത്. അവകൾ അപ്പോൾ വിളങ്ങി. നളൻ്റെ കൈതൊട്ട് തിരുമിയപ്പോൾ പൂക്കൾ പ്രകാശിച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം നളൻ്റെ കഴിവുകളാണ്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയാണ് കേശിനി എന്ന തോഴി. ഇവൾ ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ട് കേശിനി പോകുന്നു. ഇത്രയും പറഞ്ഞിട്ട് കേശിനി പോയി. അപ്പോൾ കേശിനി നിർബന്ധമായി, അല്ലെങ്കിൽ നിശ്ചയമായും ചിന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നു, ഈ വന്ന പേര് ബാഹുകൻ എന്ന പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ആര് തന്നെയാണ്? നളൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഭൈമി ചിന്താകുലയായിട്ടിരിക്കുന്നു. എന്താണ് ഇനി ചെയ്യാനെന്ന് കരുതി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നോർത്ത്
ഭീമ മഹാരാജാവിൻ്റെ മകളായ ദമയന്തി ചിന്താകുലയായിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കഥകളിയുടെ തിരക്കഥയാണ് ആട്ടക്കഥ. നമുക്ക് പഠിക്കാനുള്ളത് ആട്ടക്കഥയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് പദവും ശ്ലോകവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പദം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ സംഭാഷണമാണ്, അത് കഥകളിയിൽ അഭിനയിച്ച് കാണിക്കുന്നതാണ്. ശ്ലോകം രണ്ട് പദങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കഥാപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ശ്ലോകം. അപ്പോൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കുക. വളരെ ചെറിയൊരു ഭാഗമാണ്. കേശിനിയുടെ വാക്ക് എന്നാണ്, അല്ലെങ്കിൽ കേശിനി മൊഴി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇത് പാഠഭാഗത്തിൻ്റെ ആശയം നല്ലപോലെ കേൾക്കുക. ചോദ്യോത്തരങ്ങളുടെ ഉത്തരം എഴുതാൻ പദങ്ങളുടെ അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.